ചത്ത പച്ച റൈറ്റർ അദ്വൈത് നായർ, അതുപോലെ തന്നെ സനൂപ് തൈക്കുടം, ഡയറക്റ്റഡ് ബൈ അദ്വൈത്. ഇതിൻ്റെ ഡെബ്യൂട്ടാണെന്ന് തോന്നുന്നു. സ്റ്റാറിംഗ് അർജുൻ അശോകൻ, റോഷൻ മാത്യു, അതുപോലെ തന്നെ വിശാഖ് നായർ, സിദ്ദിഖ്, നമ്മുടെ റാഫി, തസ്നി ഖാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത്തിരി നേരം എന്ന് പറഞ്ഞ ഫിലിമിലുള്ള ഒരു പുള്ളിക്കാരി സെറിൻ ആണെന്ന് തോന്നുന്നു, പുള്ളിക്കാരിൻ്റെ അകത്തൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2026 തുടക്കം തന്നെ ഒരു യൂത്തിൻ്റെ ലെവലിൽ നിന്ന് ഒരു മൾട്ടി സ്റ്റാർ പരിപാടിയായിട്ടാണ് ആക്ച്വലി ചത്ത പച്ച വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലർ ഇത് മുമ്പുള്ള സിനിമകൾ കാണുന്ന സമയത്ത് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഒരു തിയേറ്ററിക്കൽ വാച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഇത് പല ഏരിയാസിലും വലിയ വലിയ ആൾക്കാരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ആക്ച്വലി വൺ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഐ മീൻ ഹിന്ദി ബെൽറ്റ് ചിലപ്പോൾ അവരായിരിക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പബ്ലിസിറ്റിയും അതുപോലെ തന്നെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റും ലൈനപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ചത്ത പച്ച എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇപ്പോൾ 90s അതുപോലെ തന്നെ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിലുണ്ടായിട്ടുള്ള WWE എന്ന് പറയുന്ന റെസ്ലിങ്ങിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ആ സമയത്ത് ഉണ്ടായിട്ടുള്ള എന്താ പറയുക, ആ റെസ്ലിങ്ങിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയുന്ന ആൾക്കാർക്കും അത് കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അതായത് നമ്മളിപ്പം ഒരു പീക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30s ഒക്കെ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ 20s നിൽക്കുന്ന ആളും ഇപ്പം പ്രസന്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്ച്വലി സ്മാക്ക് ഡൗണും റോ ഒക്കെ വന്നിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ആക്ച്വലി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിപ്പോഴും വളരെ റെലവൻ്റ് ആയിട്ടുള്ളത്, എന്നാലും നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര സ്പീഡ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു ആക്ച്വലി റെസ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി. അർജുൻ അശോകൻ, അതുപോലെ തന്നെ വന്നിട്ട് വിശാഖ് നായർ, അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കത്ത് ഇതിനകത്ത് ഒരു ക്യാരക്ടർ. ഇവർ 3 പേരാണ് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പരിപാടിയാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകുമ്പോൾ തന്നെ നമുക്കത് കാണാനൊരു രസമുണ്ട്. അറ്റ് ദ സെയിം ടൈം മട്ടാഞ്ചേരി പോലത്തെ ഒരു ഏരിയയിൽ ഇത് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പറയുന്നില്ലേ, നമ്മൾ വന്നിട്ട് ഇവരുടെ ഈ ഒരു റെസ്ലിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ഇവരുടെ റിങ്ങിലേക്കുള്ള എൻട്രി ആയി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു കൊറിയോഗ്രാഫി ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് ആക്ച്വലി ഫൈറ്റ് സീക്വൻസിന് സ്പെസിഫിക്കലി ആക്ച്വലി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിനകത്തൊരു കൊച്ചുകുട്ടിയുണ്ട്. ആ കുട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ സിനിമ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ വന്നിട്ട് വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂക്ക വലിയൊരു സംഭവമാണെന്നുള്ള പറഞ്ഞിട്ട് കാണിക്കുന്നും ഉണ്ട്. അതായത് സ്റ്റാർട്ടിൽ തന്നെ ആക്ച്വലി മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഇപ്പോൾ അത് വലിയൊരു സർപ്രൈസ് അല്ല, എല്ലാവരും മോസ്റ്റ്ലി അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുനിൽ ദാസ് ആണ്. ഭയങ്കര രസമുള്ളൊരു പരിപാടി ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോട്ട് ഓൺലി ആ റിങ് മാത്രമല്ല, മൊത്തത്തിൽ വന്നിട്ടെന്ന് വെച്ചാൽ ഇവരുടെ വീടും കാര്യങ്ങളും ആ ഒരു ഏരിയയും അങ്ങനത്തെ അതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് സെറ്റ് വർക്ക് ഉണ്ടാവണം, അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ഇതിനകത്ത് വന്നിട്ടെന്ന് വെച്ചാൽ ഇപ്പം കോസ്റ്റ്യൂമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം അത് ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ക്രിയേറ്റ് ചെയ്യണം. അത് ഭയങ്കര ലൈറ്റിംഗ് പാറ്റേൺ ഒക്കെ അനുസരിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ആക്ച്വലി മെൽവി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് റോണക് സേവിയർ ആണ് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ട് മേക്കപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. നമ്മുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മജീദാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശങ്കർ എഹ്സാൻ ലോയ് ഇവരൊക്കെ വന്നിട്ട് ചെയ്തിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള മജീദിനാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ആനന്ദ് സി ചന്ദ്രനാണ്. വളരെ ഭംഗിയായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, അതായത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഹെവി ലിഫ്റ്റിംഗ് പരിപാടി ആക്ച്വലി ഇതിനകത്ത് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എഡിറ്റർ പ്രവീൺ പ്രഭാകർ ഒരു 230 ഉണ്ടെന്നുണ്ട്, ബട്ട് സ്റ്റിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഭയങ്കരം ലൈവാണ്. ഇപ്പം അർജുൻ അശോകൻ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ വിശാഖിനെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. വിശാഖ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ റോഷനും അർജുനും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിക്കഴിഞ്ഞാൽ റോഷൻ ഇൻഡിവിജ്വലി ആയിക്കഴിഞ്ഞാലും ഈ ബോഡിയും പരിപാടിയും അതൊരു ആകെ മൊത്തത്തിൽ ഒരു റേസി ആയിട്ടുള്ള ഒരു പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റ് കോറിയോഗ്രഫി ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഈവൻ ഇഷാൻ ആയിക്കഴിഞ്ഞാലും വളരെ നന്നായിട്ടത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേദിക ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, റോസ എന്ന് പറയുന്നത്. വളരെ പുള്ളിക്കാരും ആക്ച്വലി ഈ റിങ്ങിൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. വളരെ നന്നായിട്ട് അവരൊക്കെ വന്നിട്ട് ആ ഒരു പറയുന്നില്ല, ആ കൊറിയോഗ്രാഫിയൊക്കെ വളരെ കിടലായിട്ട് ആക്ച്വലി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആക്ച്വലി.
പിന്നെ അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള കലൈ കിങ്സ്റ്റണും അതുപോലെ തന്നെ ശ്രാവൺ സത്യ എന്ന് പറയുന്ന ആൾക്കാരാണ്. കലൈ കിങ്സ്റ്റൺ ആയിരിക്കും മെയിൻ ആയിട്ടുള്ളത്. പുള്ളിയും ഫൈറ്റാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. കാരണം റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറയുന്നത് ഫൈറ്റ് അല്ല. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ നൊസ്റ്റാൾജിയ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി, ഇപ്പോൾ ഇവൻ 619 ചോക്ക് സ്ലാം ഇങ്ങനത്തെ പല നൊസ്റ്റാൾജിക് എലമെൻ്റ് ഉണ്ടെങ്കിൽ കൂടി ഇത് പ്രോപ്പർലി കണക്റ്റ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത്. കാരണം ഇതൊരു നൊസ്റ്റാൾജിയ പെർസ്പെക്റ്റീവിലോട്ട് എനിക്ക് പേഴ്സണലി ഇത് കണക്റ്റ് ആവുന്നില്ല. പക്ഷേ കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ലെഡ് ഓൺ ആയിട്ട് ഫീൽ ചെയ്തത് ആക്ച്വലി മമ്മൂട്ടിയുടെ ക്യാമിയോനെയാണ്. ആക്ച്വലി എനിക്കൊന്ന് മമ്മൂക്ക ആക്ച്വലി ആ സമയത്ത് വന്നിട്ട് സുഖമില്ലാത്ത സമയത്ത് പോയതാണോ എന്നാണെന്ന് എനിക്കറിയില്ല. ഡയലോഗ് മുതൽ കോസ്റ്റ്യൂം മുതൽ വിഗ് മുതൽ എല്ലാം വന്നിട്ട് ഒരു അടപടലം ആയ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ. കാരണം ഇപ്പം ഈ അടുത്ത് വന്നിരിക്കുന്നല്ലേ, ഇപ്പം ലാസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ രേഖാചിത്രം മമ്മൂക്ക വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു AI പരിപാടി വന്നിട്ട് അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ വോൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റാഫിക്ക് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക വന്നപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനീഷ്യലി പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൂടി ക്ലൈമാക്സിലോട്ട് വോൾട്ടറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞത് ഈ വോൾട്ടർ വരാൻ വേണ്ടി വന്ന പോലെയും അത് വോൾട്ടർ വന്നതിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി മമ്മൂക്കയുടെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര നിരാശയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ ചത്ത പച്ച എന്ന് പറയുന്നൊരു സിനിമ ആക്ച്വലി നമുക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഭയങ്കര കുറച്ച് ലൗഡാണ് സിനിമ. കുറച്ച് ഡെസിബിൾ പരിപാടി ലൗഡാണ്. ബട്ട് സ്റ്റിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന വലിയൊരു തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി ചത്ത പച്ച പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എക്സെപ്റ്റ് ദിസ് മമ്മൂക്ക ക്യാമിയോ. അത് മമ്മൂക്ക അതിൻ്റെ സ്ലാങ് ആയി കഴിഞ്ഞാലും ആകെ മൊത്തത്തിലൊരു മിസ്പ്ലേസ്ഡ് ആയിട്ട് പോലെ ഫീൽ ചെയ്തു മമ്മൂക്കതിനകത്ത്. ബാക്കി അർജുൻ അശോകൻ്റെ നന്നായി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി റോഷൻ ആൻഡ് നമ്മുടെ കുപ്പി വിശാഖ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫൈറ്റും ബോഡി പരിപാടിയും എല്ലാം ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. ഈവൻ സായികുമാറും ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ആകെ മൊത്തത്തിൽ 2026 ഞാൻ ആദ്യമായിട്ട് കണ്ട മലയാള സിനിമ എനിക്ക് ടോട്ടലി നിരാശയാണെന്ന് വെച്ചാൽ ടോട്ടലി നിരാശയല്ല. വൺ ടൈം കാണാൻ പറ്റുന്ന നല്ലൊരു ആവറേജ് എക്സ്പീരിയൻസ്, തിയേറ്ററിക്കലി ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു വലിയൊരു ക്രൗഡിൻ്റെ കൂടെയാണ്, പക്ഷേ ക്രൗഡിൻ്റെ കൂടെ കാണുന്ന സമയത്ത് ഇന്നും ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടി തരാൻ പറ്റുന്ന സിനിമയാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ക്രൗഡൊന്നുമില്ല. ബട്ട് സ്റ്റിൽ 2026 ഒരു മോശം തുടക്കം എന്ന് പറയാൻ പറ്റില്ല. എക്സെപ്റ്റ് മമ്മൂട്ടി ക്യാമിയോ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ചത്ത പച്ച ഇസ് എ വെരി ഡീസെൻറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് Chatta Bacha in your theaters.